ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ പനിയും ചുമയൊക്കെ ആയിട്ട് ആകെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോഴാണൊക്കെ അത് സെറ്റായിട്ട് വന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ആ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സീഡ്ലിങ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ച് കിട്ടുമോ, അതുപോലെ ഇതിന് എന്ത് പോട്ടി മിക്സാണ് കൊടുത്തത്, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരും മസ്റ്റായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടെല്ലാം മനസ്സിലാവും. പിന്നെ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഞാനാണോ ഈ പ്ലാന്റ്സ് സെയിൽ ചെയ്യണേ എന്നുള്ളത്. പക്ഷേ ഞാനിത് സെയിൽ ചെയ്തതല്ല, ഞാൻ വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ അടുത്ത് വിൽക്കാൻ മാത്രമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് പാൻപിറ്റ് ഗാർഡൻ സെൻറ്റർ എന്ന ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഓർഡർ ചെയ്തത്. അവരെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ആ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അൺബോക്സിങ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങണമെന്ന് ആവശ്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കുറേ പേരൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് അവരെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ കൊണ്ട് അവർക്ക് നല്ലൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല വിലക്കുറവിലാണ് നമുക്ക് പ്ലാന്റ്സൊക്കെ അവിടെ നിന്ന് കിട്ടിയത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്. ഒരു ഡാമേജും കൂടാണ്ട് നമുക്ക് നല്ല പാക്കിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് അവർ എത്തിച്ച് തരുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ വാങ്ങിച്ചതിൽ സന്തോഷമുണ്ട് കേട്ടോ. അഗ്ലോണിമ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് തികച്ചും നമ്മളെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ വിലയിലാണ് നമ്മൾ അഗ്ലോണിമ സീഡ്ലിങ്സ് വാങ്ങിച്ചത്. സീഡ്ലിങ്സ് വാങ്ങിച്ചപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് വേര് പിടിച്ച് കിട്ടുമോ, അത് ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ നശിച്ച് പോകുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സൂപ്പർ വൈറ്റ് എന്നുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റാണിത്. ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ. ഇത് നമ്മൾ വാങ്ങുമ്പോൾ അധികം ലീഫൊന്നും ഉണ്ടായില്ല, ചെറിയ ലീഫായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ നല്ല മെച്ചേർഡായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. സൂപ്പറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ സെക്കൻഡ് പ്ലാന്റ് ഇതാണ് ട്രൈക്ലർ എന്ന് പറയുന്ന വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത് കേട്ടോ. ഇതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ പിങ്ക്, അതുപോലെ തന്നെ വൈറ്റ്, ഗ്രീന്, ഈ 3 കളറും കൂടി മിക്സ് ആകുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊന്നും കൂടി മെച്ചേർഡായി വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് കയറിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിത് അൺബോക്സിങ് വീഡിയോ കണ്ടവർക്കറിയാം ഇതിൻ്റെ സൈസ് എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ ലീഫൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ള ലീഫാണ് കേട്ടോ. നല്ല മെച്ചേർഡായിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത പ്ലാന്റ് ജയ്പോങ് റെഡ് ആണ്. അപ്പോൾ ഇത് നല്ല മെച്ചേർഡായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. 2-3 ലീഫ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറ് കയറി വരുന്നുള്ളൂ കേട്ടോ. ഇനി മെച്ചേർഡ് ആകുമ്പോഴാണ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളറായി വരുന്നത് കേട്ടോ ഈ ലീഫൊക്കെ. അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ജയ്പോങ് റെഡ് നല്ലൊരു വെറൈറ്റിയാണ്. നല്ല ഡിമാൻഡുള്ള, നല്ല പൈസ വരുന്നൊരു പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് നമുക്ക് ഈ സീഡ്ലിംഗ് കിട്ടിയത്. അപ്പോൾ ഇതിന് മെച്ചേർഡായി വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതലായിട്ട് അറിയാൻ പറ്റുക. പിന്നെ നമ്മൾ അടുത്ത പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ പേര് തായ്ലാൻഡ് പിങ്ക് എന്നാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു പ്രത്യേക പിങ്ക് കളറാണിത്. ഇത് ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല മെച്ചേർഡായി വരുന്നുണ്ട്. നന്നായിട്ട് കളറൊക്കെ കയറി പിടിച്ചപ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുന്നത് കേട്ടോ. നമ്മളെ ജയ്പോങ് റെഡും ഇതുപോലെ തന്നെ റെഡ് കളറായിട്ട് വരും. പക്ഷേ ജയ്പോങ്ങിനേക്കാളും കൂടുതൽ ഇപ്പോൾ കാണാൻ ഭംഗി തോന്നുന്നത് ഈ ഒരു തായ്ലാൻഡ് പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഏഞ്ചൽ റെഡ് ആണ്. ഇതാണ് കേട്ടോ ഏഞ്ചൽ റെഡ്, അതായത് റെഡ് ഏഞ്ചൽ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി. ഇതിപ്പോൾ കളർ കയറി വന്നിട്ടുണ്ട്. നമ്മളിത് അൺബോക്സിങ് വീഡിയോ കണ്ടവർക്കറിയാം, നല്ല പോലെ മെച്ചേർഡായിട്ടുണ്ട്. ശരിക്കും റെഡ് കളറൊക്കെ നന്നായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലീഫ് കംപ്ലീറ്റ് ആയിട്ടും റെഡ് കളറായിട്ട് വരും. ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് കുറച്ച് നീളത്തിലുള്ള ഒരു ലീഫായിട്ടാണ് വരുന്നത്. ജയ്പോങ് റെഡ് പോലെ നല്ല വട്ടത്തിൽ പരന്നിട്ടുള്ള ഒരു ലീഫല്ല. ഇതിൻ്റെ ലീഫ് കുറച്ച് നാരോ ലീഫ് പോലെയാണുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു വെറൈറ്റി കേട്ടോ. അങ്ങനെ ഈ ഒരു 5 വെറൈറ്റിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 5 പ്ലാന്റ്സും നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഇപ്പോഴത്തെ സൈസും അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉള്ള സൈസും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഏകദേശം ഞാനൊരു 2 മാസം കഴിഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വേരൊക്കെ വന്നതുകൊണ്ട് തന്നെ പുതിയ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി അഗ്ലോണിമ സീഡ്ലിങ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. ഇത് അഞ്ചുമാനി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് ഷെയ്ഡിലല്ല വെച്ചേക്കണം, നല്ല വെയിലടിക്കുന്ന സ്ഥലത്തായതുകൊണ്ട് അത്ര അങ്ങോട്ട് റെഡ് കളറില്ല, ഒരു പിങ്ക് കളറായിട്ടാണ് നിൽക്കണം കേട്ടോ. ഇത് നമ്മൾ ഒരു തടലത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും, പക്ഷേ ഇവിടെ ഭയങ്കര വെയിലടിയാണ്, സിറ്റ് ഔട്ടിലാണ് ഞാൻ അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളറിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം കംപ്ലീറ്റും വൈറ്റ് കളറിൽ വന്നിട്ട് ബോർഡർ മാത്രം ഗ്രീൻ കളറായിട്ട് വരും കേട്ടോ. ഇത് മെച്ചോർഡായി വരുമ്പോഴാണ് ആ കളർ കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ ഇതിവിടെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. ഞാനിതൊരു ചെറിയ കട്ടിങ്സ് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ളതാണ്, ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു അഞ്ചുമാനി റെഡും വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു വെറൈറ്റി കേട്ടോ, അതിൻ്റെ പേര് എനിക്കറിയില്ല. ഈ ഒരു പ്ലാന്റും നമുക്ക് ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് ഷൂട്ടൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോട്ട് നല്ല പുഷി പോട്ടായിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതെൻ്റെ അടുത്ത് കുറച്ചധികം തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, സ്റ്റോ വൈറ്റ് ആണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇതും നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതും കട്ടിങ്സ് പിടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. അത് ഞാനൊരു ചെറിയൊരു കട്ടിങ്സ് കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ ഞാനിത് ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്ത് കുറേ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ല പോലെ പിടിച്ച് കിട്ടും. പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് തണലത്തും വെക്കരുത്, ഒരുപാട് വെയിലത്തും വെക്കരുത്. നല്ല വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ആകെ ചുവപ്പ് കളറായിട്ട് ഒരു ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കില്ലേ, കുറച്ചൊന്ന് എന്താ പറയുക ലീഫൊക്കെ ചെറുതായിട്ട് വരും. അപ്പോൾ ഞാനിത് കുറച്ച് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചപ്പോൾ ഇത് നല്ല അടിപൊളി കളറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല റെഡൊക്കെ കയറിയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ തൃശ്ശൂർ പൂജ നഴ്സറിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വാങ്ങിയ 3 പ്ലാന്റ്സാണ് എന്നെ ചതിച്ചത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ എന്താണെന്നൊക്കെ ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ചൈന ഡോൾ എന്നാണ് കേട്ടോ. ഇതിൻ്റെ ലീഫൊക്കെ ഒരു പ്ലാസ്റ്റിക് പോലെ നല്ല ഗ്ലേസിങ് ഉള്ള ഒരു ലീഫാണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ഡാർക്ക് ഗ്രീനിലാണ് ഈ ഒരു ലീഫൊക്കെ. നല്ല രസമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞ് പോകുന്നുണ്ട്. അതിപ്പോൾ ചൂടിൻ്റെ കാരണമാണോ എന്നറിയില്ല. എന്നാലും ഞാനിപ്പോൾ തണലത്തൊക്കെ വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ കരിഞ്ഞു പോവുക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ നല്ല രീതിയിൽ ഇനി പോയിക്കോളും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാണ് കേട്ടോ എന്നെ ചതിച്ച പ്ലാന്റ് എന്ന് പറഞ്ഞത്. ഞാൻ വാങ്ങിയ 3 പ്ലാന്റ്സിൽ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. ഇത് നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ നല്ല പച്ച കളറായിട്ട് നല്ല ക്രിസ്മസ് ട്രീ പോലെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയായിരുന്നു കേട്ടോ. ഇത് കൊണ്ടുവന്ന് പിറ്റേ ദിവസം തൊട്ട് ഇതിൻ്റെ കൂമ്പൊന്നിങ്ങനെ വളഞ്ഞു തുടങ്ങി കേട്ടോ, സൈഡിലോട്ട് ഇങ്ങനെ വളഞ്ഞ് ചെരിഞ്ഞ് നിന്ന് തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ചൂടിൻ്റെ ആയിരിക്കും. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് മാറ്റിയപ്പോൾ ആ ടെമ്പറേച്ചർ വ്യത്യാസപ്പെട്ടതിൻ്റെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നന്നായി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നോക്കി. പക്ഷേ ഇത് പിന്നെയും അടിയിൽ നിന്ന് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ കരിയാൻ തുടങ്ങി, കരിഞ്ഞിങ്ങനെ ബ്രൗൺ കളറായി വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ആ തുമ്പ് ഭാഗം വളഞ്ഞ് നിന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നന്നായി വെള്ളമൊഴിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് എങ്ങനെ വെള്ളമൊഴിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ഒന്നും ശരിയായില്ല, ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഉണങ്ങി പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങിച്ചിട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളും കൊടുക്കണമെന്നുള്ളതൊന്നും ഞാൻ ആ ചേച്ചിയോട് ചോദിക്കാനും വിട്ടുപോയി. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ഒരു പ്ലാന്റ് നശിച്ച് പോയിട്ടോ. ഇത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി, കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി. ഇനി വേറെ കൂമ്പൊന്നും എടുത്ത് വരുന്ന ഒരു ലക്ഷണമില്ല. അപ്പോൾ ഇത് നശിച്ചു പോയി, അപ്പോൾ എൻ്റെ പൈസയും പോയി. പിന്നെ വേറെ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂമ്പ് കളർ റെഡ് കളറായി വരുന്ന ഒരു ചെടി ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ആ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ല തണലത്ത് മുറ്റത്ത് കൊണ്ടുവച്ച്, കാരണം ഭയങ്കര ചൂടല്ല, അപ്പോൾ അതുകൊണ്ട് മുറ്റത്ത് തണലത്ത് കൊണ്ടുവച്ചതായിരുന്നു. പക്ഷേ അത് ആരോ പിറ്റേ ദിവസം കട്ട് ചെയ്തിട്ട പോലെ 2 പീസായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൂമ്പൊന്നും പിന്നെടുത്ത് വന്നില്ല, അങ്ങനെ തന്നെ ഉണങ്ങി പോവുകയും ചെയ്ത്. അപ്പോൾ ഈ 2 പ്ലാന്റ് എനിക്ക് ഭയങ്കര നഷ്ടമായി പോയി. ഈ പ്ലാന്റ് ഞാൻ ഈ ക്രിസ്മസ് ട്രീ പോലത്തെ പ്ലാന്റ് വാങ്ങിച്ചത് 100 രൂപയ്ക്കും, പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ ചെറിയ ഒടിഞ്ഞു പോയി എന്നുള്ള പ്ലാന്റ് 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ നമ്മളെ ചൈന ഡോൾ വാങ്ങിച്ചത് 150 രൂപയ്ക്കാണ്. പക്ഷേ അത് ഇതുവരെ കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ 3 പ്ലാന്റ്സാണ് ഞാൻ നഴ്സറിയിൽ നിന്ന് നേരിട്ട് പോയി വാങ്ങിച്ചത്. അപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ്സ് പിടിച്ച് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങിച്ചിട്ട് പിടിച്ച് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ പ്ലാന്റ്സിന് കൊടുത്ത പോട്ടി മിക്സ് എന്താണെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്, ഈ ഒരു സംഭവമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളെ പൂഴിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടിയിട്ടുള്ളൊരു വളമാണ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൽ നമുക്ക് വേമി കമ്പോസ്റ്റും അതുപോലെ എല്ലുപൊടി സംഭവങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു വളമാണ്. ഇത് എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതും നമ്മളെ പൂഴിയും അതുപോലെ കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പോട്ടി മിക്സ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലത്തെ പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ അവരെ
കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ചെടിപ്രാന്തന്മാരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി വീഡിയോസും ടിപ്സുകളും റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.